വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവോ, അത് തന്നെയാണ്, ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൽ വന്ന ഹെയർ കെയർ വീഡിയോ ടിപ്സുകൾ നോക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ അത് യൂട്യൂബ് എന്നോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ഫുൾ നമുക്ക് പറഞ്ഞ പോലെ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് പോലെ ആക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമുക്ക് 4 ഐറ്റംസ് മാത്രമേ വേണ്ടൂ, 5 ഐറ്റംസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ അലോവേര എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. നല്ല പച്ച കളർ ഇല ആവണം, മൂത്ത ഇല ആയിരിക്കണം. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് തുളസിയാണ്. തുളസിയുടെ ഇല മാത്രമല്ല, അതിൻ്റെ പൂവടക്കം വരുന്ന സാധനവും എടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് അത്രയേ ഉള്ളൂ, വെറും 4 എണ്ണയും കൂടി 5 ഐറ്റംസ്. ആദ്യം തന്നെ ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാക്കുക. അതിനുശേഷം അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ 4 ഐറ്റംസ് ഇടുക. ചെറിയതായിട്ട് അരിഞ്ഞിട്ടിട്ടാൽ മതി. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. അതായത് തുളസി, പിന്നെ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, അതിനുശേഷം കട്ട് ചെയ്ത അലോവേര ഇട്ടിട്ട്, അലോവേരയുടെ തോല് കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ തോലടക്കം ഇടുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ തിളപ്പിച്ച് എടുക്കുക. അതായത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ തിളച്ച് വരണം, അതെല്ലാം നല്ല പോലെ തിളച്ച് വരണം. ഞാനത് ലാസ്റ്റ് ഒരു പീസും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈറ്റ് ഗ്രീൻ കളർ ആവുന്നവരെ നമ്മൾ കുറച്ച് ഇളക്കി കൊടുത്തിട്ട് മൊരിഞ്ഞ് പോവരുത്, അതായത് കരിഞ്ഞ് പോവരുത്. അപ്പോൾ യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ്, ഞാനത് കുറച്ച് ആറിയിട്ട് ഞാൻ എടുത്തതാണ്. ഒരു ബൗളിലാക്കി എടുത്തിട്ട് ഇതാണ് എൻ്റെ മുടി അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ഞാൻ ഈ ഹെയർ കെയർ ചെയ്തതിന് ശേഷമാണ് ഹെയർ നല്ലോണം ഗ്രോ ആവാൻ തുടങ്ങിയത്. എൻ്റെ കേർലി ഹെയറാണ്, എനിക്ക് ഇഷ്ടമല്ലാത്ത ഹെയറാണ്. പക്ഷേ ഹെയർ അതായത് നീളം വെക്കാനും പിന്നെ ഹെയർ ഫോൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഓയിൽ കുറച്ച് താഴെ പോയായിരുന്നു, സാരില്ല. അത് ഞാൻ ക്യാമറ കാണിക്കാൻ പോയപ്പോഴാണ് വീണ് പോയത്, സാരി. പക്ഷേ നല്ലോണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ആവുന്നതായിരിക്കും. അതിനാണ് ഇങ്ങനെ നല്ലപോലെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ഫുള്ളായിട്ട് സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് മുടിയുടെ തുമ്പത്തും ഫുള്ളായിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിലെല്ലാം. പക്ഷേ സ്കാൽപ്പിൽ നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് സ്മെല്ലാണ്, കുഴപ്പമില്ലാത്ത സ്മെല്ല്. എവിടെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം. നമുക്ക് അങ്ങനെ കാച്ചിയ എണ്ണ ഇട്ടിട്ടുണ്ടെന്ന് പോലും തിരിയൂല. അപ്പോൾ കുറച്ചായിട്ട് താഴെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഫുള്ളായിട്ട് ഒതുക്കി കെട്ടിക്കൊടുക്കുക. ഒരു അരമണിക്കൂർ ഡെയിലി ചെയ്താൽ മാത്രം ഞാൻ പറയുന്ന പോലെ റിസൾട്ട് കിട്ടുള്ളൂ. 15 ദിവസത്തിൽ തന്നെ നിങ്ങളുടെ മുടി നല്ലപോലെ വളരാൻ തുടങ്ങും. നല്ലപോലെ അരമണിക്കൂർ എന്തായാലും വെക്കണം നിങ്ങൾ. എന്നിട്ട് മുടി കഴുകിക്കളയുന്നവർക്ക് കഴുകിക്കളയുക. ഇല്ലെങ്കിൽ രാവിലെ ഒരിക്കൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പെട്ടെന്ന് മുടി ചെറുതായിട്ടുള്ളവർക്കാണ് ഞാനിത് ടിപ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ചെയ്ത് നോക്കിയത്, എൻ്റെ കേർലി ഹെയർ ആയിരുന്നു, നീളം വെക്കുന്നേയില്ല. ഞാനിങ്ങനെ ഹെയർ കെയർ ചെയ്ത് തുടങ്ങിയ ശേഷം എൻ്റെ മുടി നല്ലപോലെ നീളം വെച്ചത്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.